അമ്മേ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നോ മോളെ? എത്ര ശതമാനമുണ്ട്? 68% അമ്മേ. ദൈവമേ, നിനക്ക് എവിടെ അഡ്മിഷൻ കിട്ടാനാ ഈ മാർക്കും കൊണ്ട്? ഫുൾ A+ഉം ഫുൾ 98% കിട്ടുന്നവർക്ക് പോലും അഡ്മിഷൻ ഇന്ന് കിട്ടാനില്ല. നീ ഈ പെർസെൻറ്റേജ് മേടിച്ച് എവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. പഠിക്കാൻ പറയുമ്പോഴേ ഇരുന്ന് പഠിക്കണം. മൊബൈലും കുത്തി TV-യും കണ്ട് പഠിക്കാൻ പറയുന്നതാണ്. പുസ്തകം മുന്നിലോട്ട് തുറന്നു വെച്ച് മുറുകെ വായിക്കാൻ പറഞ്ഞാൽ അതൊന്നും ചെയ്യത്തില്ലല്ലോ. ചെയ്യുവോ? എനിക്കറിയത്തില്ല. എവിടാന്ന് വെച്ചാൽ പോയി അഡ്മിഷൻ മേടിക്കുകയോ എന്താ വന്ന ചെയ്തോണം. ഫുൾ മാർക്ക് കിട്ടുന്നവർക്കില്ല അഡ്മിഷൻ. പിന്നെ നിന്റെ ഈ 62% കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ കിട്ടുന്നത് എവിടാന്ന് വെച്ചാൽ പോ. അപ്പനും മോളും കൂടെ അങ്ങ് പോയാൽ മതി. എന്നെ ഒന്നിനും വിളിക്കണ്ട. പഠിക്കാൻ പറയുമ്പോഴത്തേക്കിന് അമ്മ അന്നേരം കുറ്റക്കാരി. അമ്മ കിടന്നു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് കിടന്ന് അന്നേരം കിടന്ന് ചിലയ്ക്കും. ഇപ്പം മാർക്ക് വന്നപ്പോൾ മനസ്സിലായി അമ്മ പറഞ്ഞ എന്തിനാന്നുള്ളത്. അഡ്മിഷൻ കിട്ടിയില്ല വേറെ എന്തിനെങ്കിലും പോ. അല്ലാതെ ഇപ്പം എന്തോ എടുക്കാനാ? പഠിക്കാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മ എന്തിനാ അല്ലെ അച്ഛൻ എന്തിനു പറയുന്നു അല്ലെ ടീച്ചർമാർ എന്തിനു വഴക്ക് പറയുന്നെന്ന് മനസ്സിലാക്കണം. ഈ സർട്ടിഫിക്കറ്റല്ലേ ഇപ്പം ഈ മാർക്കിനി മാറ്റാൻ പറ്റുമോ? പറ. ആദ്യം മുതലേ പറഞ്ഞത് ഈ ഫൈനൽ പരീക്ഷയായ ആനുവൽ എക്സാം നല്ല മാർക്ക് മേടിക്കണം. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടതാ. ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? ഒരു നേഴ്സിങ്ങിന് പോണേ അഡ്മിഷൻ കിട്ടുമോ? നീ എന്ത് പഠിക്കാൻ ഇനിയും പോകും? അതൊന്നും നീ ആലോചിക്കേ. പഠിക്കാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അന്നേരം അമ്മ കൊറോണ പറയും എന്ന് കിടന്ന് പറഞ്ഞിട്ട് അമ്മ നിർത്തുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മനസ്സിലായേ? ഇപ്പം ചിലക്കുമ്പോഴും പറയാം അമ്മ ആ റിസൾട്ട് വന്നപ്പോൾ കിടന്ന് ചിലക്കുവാന്ന്. എന്തുകൊണ്ട് ചിലക്കുന്നതെന്ന് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളായ കുറച്ചൊക്കെ അനുസരണം. മാമേ, അവിടെ റിസൾട്ട് വന്നേ. കുഴപ്പമില്ല, മാർക്കൊന്നും കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. നമുക്ക് ഇച്ചിരി പാടായിരുന്നു, പനിയൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് അത്രയും കുറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. എന്നാലും അഡ്മിഷനൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല, നല്ല മാർക്ക്. മുട്ടായിയൊക്കെ മേടിച്ച് തരാം. ഫോൺ വരുന്നേ, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ അവളോട് പറയാം. ശരി, മുട്ടായി വേട്ട് അവൾ വരും. ശരി, ഓക്കെ. മോളെ വന്നോടി റിസൾട്ട്? നോക്ക്. എന്താ സൈറ്റ് ഇതാകുന്നില്ലേ? നെറ്റ് സ്ലോ ആണോ? ശാലിനിയുടെയും കൂടെ നോക്കണേ. ഇപ്പം അവിടെ അമ്മ വിളിക്കും നിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി. കിട്ടിയോ? എത്ര ഉണ്ട്? കുഴപ്പമില്ലാത്ത മാർക്ക്, കുഴപ്പമില്ല. ശാലിനിയുടെ നോക്കിയോ? അതേണ്ട, പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് അവിടെ അമ്മ വിളിക്കുന്നു. ഞാൻ എടുക്കട്ടെ, നീ നോക്ക്. ഹലോ, എങ്ങനെയുണ്ടടി? 96ഓ? അവള് നോക്കുന്നതേ ഉള്ളൂ. അവൾക്ക് നെറ്റ് സ്ലോ, സൈറ്റ് കിട്ടുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ, ചോദിക്കട്ടെ കിട്ടിയോന്ന്. മോളെ, അവൾക്ക് 96. ഞാൻ എത്ര പറയണ്ടേ നിന്റെ 96 അങ്ങ് പറയാം. അല്ലെങ്കിൽ അവൾ ഇപ്പം അങ്ങ് വെച്ച് കത്തി വെക്കാൻ തുടങ്ങും. ആടി പോനെ, അവൾക്ക് 96 ഉണ്ടടി. അതിപ്പോൾ റിസൾട്ട് ഇങ്ങോട്ട് വന്നേ അല്ലേ ഉള്ളൂ. പഠിപ്പിക്കുന്ന കാര്യമൊക്കെ ഇനി അവരുടെ പപ്പായൊക്കെ ആയിട്ട് തീരുമാനിച്ചിട്ട് നമുക്ക് ഞങ്ങൾ ഇനി തീരുമാനിക്കത്തേ ഉള്ളൂ. അവിടെ ആഗ്രഹം എന്താണോ അതിന് വിടാവുന്നതുണ്ട്. ശരിയടി, എന്നാൽ ഓക്കെ, ശരി, ഓക്കെ. എങ്ങനെയുണ്ട് മോളെ മാർഗമൊക്കെ? അതിനല്ലേ ഇച്ചിരി മാർക്ക് കുറഞ്ഞുള്ളൂ, ബാക്കിയൊന്നിനും കുഴപ്പമില്ലല്ലോ. ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എഴുതാൻ പോകണ്ട. ഇതൊക്കെ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെയാണ്. ഇനി ഇമ്പ്രൂവ്മെൻറ്റിന് അതിന് പിന്നെ വീണ്ടും ടെൻഷൻ അടിച്ചിരുന്ന് പഠിച്ച് വേണ്ട. അഡ്മിഷൻ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ അത് മതി. നീ കൂടുതലൊക്കെ നീ പഠിച്ചതനുസരിച്ച് നിനക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നീ ഇനി അത് കൂടുതലൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷനും ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ, അതിനനുസരിച്ചുള്ളതുണ്ടല്ലോ. അത് മതി. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒന്നും ചിന്തിക്കേണ്ട. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോയി പിന്നെ അത് ഇനി മെനക്കെട്ടിരുന്ന് പഠിച്ച് ഇത്രയും പഠിച്ചതിൻ്റെ അനുസരിച്ച് നിനക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മതി. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട്. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോയി അതിലും മാർക്ക് കുറഞ്ഞ് പിന്നെ അത് രണ്ടും ഇതാവും. അതുകൊണ്ട് വേണ്ട, മോളും അങ്ങനെ മതി. മോൾ ഇനി അടുത്തത് പഠിക്കാനുള്ളത് എന്താണെന്നുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അതെന്നാ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് നോക്ക്. അത് മതി. എല്ലാവരോടും വിളിച്ച് പറഞ്ഞു തരേ മോളുടെ റിസൾട്ട് വന്നെന്ന് കേട്ടോ. ശരി. മോളെ,
എണ്ണിക്കടി, റിസൾട്ട് വരാൻ സമയമായി. 5 മിനിറ്റും കൂടി ഉള്ളു. എണ്ണിക്ക്. എന്നിട്ട് വാ, നോക്ക് റിസൾട്ട്. ജയിച്ചാൽ മതി. എങ്ങനെ നീ ജയിക്കുമെന്നുള്ളത് അറിയാം. ഞാൻ ജയിച്ചോ എന്നുള്ളത് അറിയണ്ടേ? എന്നിട്ട് വാ, ഒന്നതൊന്ന് നോക്ക്. വായൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ കഴുകിയിട്ട് ഓടി വാ. വാ, ഇരിക്കും. എൻ്റെ ദൈവമേ, ജയിച്ചല്ലോ. എനിക്ക് അതും മതി. എൻ്റെ കർത്താപ്പച്ച, യേശുവേ സ്തോത്രം. അയ്യോ, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് കിട്ടാൻ മതിയെന്നായിരുന്നു. ഇനി അടുത്തത് എന്തോ പഠിക്കാനുള്ളതെന്നൊന്ന് ആലോചിക്കും പെതുക്കെ. നിന്നെ കൊണ്ട് പഠിക്കാവുന്ന എന്താണെന്നുള്ളത്, അല്ലാതെ ചുമ്മാ അവർ പഠിക്കുന്നു ഇവർ പഠിക്കുന്നതെന്നൊന്നും കണ്ട് അത് പഠിക്കണം ഇത് പഠിക്കണമെന്ന് പറയാതെ നിന്റെ കഴിവിൻ്റെ അനുസരിച്ച് എന്താ പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ആലോചിച്ചിട്ട് പറ. അപ്പനുമായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് മാർക്കൊക്കെ? ഇതെന്താ 2 ആയിപ്പോയത്? അതിൻ്റെ മാർക്ക് 2 എവിടെ പോയി? അത് നീ അത് വിഷയം ഇരുന്ന് പഠിക്കാഞ്ഞോണ്ടല്ലേ മാർക്ക് കിട്ടാഞ്ഞത്. അതാ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ പാടായിരുന്നു, ടീച്ചർ പഠിപ്പിക്കാത്ത ഭാഗം, അങ്ങനെ ടീച്ചർ പഠിപ്പിക്കാത്ത. ഇവിടെ നിന്ന് നിനക്ക് എന്തെല്ലാം ഗൈഡും അതും ഇതും എല്ലാം മേടിച്ച് തരുന്നുണ്ട്, ട്യൂഷനുണ്ട്. എന്നിട്ട് എന്താ ഇത്ര അത് 2 വിഷയത്തിൻ്റെ മാർക്ക് ഇനി നിനക്ക് ആ സർട്ടിഫിക്കറ്റ് കൂട്ടി ചേർക്കാൻ പറ്റുമോ? അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നു മോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അവക്കെത്ര ഉണ്ട്? ഇപ്പോൾ അവിടെ അമ്മ ഇങ്ങോട്ട് വന്ന് കിടന്ന് നീട്ടുന്ന കേട്ടോണം. ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു അവിടെ വാക്കൊന്നും കേട്ടേക്കരുതെന്ന്, വൃത്തിയായിട്ടിരുന്ന് പഠിച്ചോണമെന്ന്. അന്നേരം കേട്ടില്ല. അന്നേരം അമ്മ മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇവിടെ നീ അടുത്ത പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ നീയല്ലേ നിൻ്റെ കാര്യമെല്ലാം തീരുമാനിക്കുന്നത്. നീ അങ്ങ് തീരുമാനിച്ചു. ഞങ്ങളോടൊന്നും ഒരു അഭിപ്രായം ചോദിക്കണ്ട. നീ വൃത്തിയായിട്ടിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് മാർക്ക് കിട്ടത്തില്ലായിരുന്നു. നീ കൂടുതലൊന്നും പറയണ്ട. കിട്ടാനുള്ള മാർക്ക് കിട്ടി. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നോടൊന്നും കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. കേട്ടെടുത്തോളം ഒക്കെ മതി. വയറ് നിറഞ്ഞു.